കൃഷ്ണ ഗുരുവായൂരപ്പ. മയൂക ഗുരുവായൂർ മാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂർ മാരേജ് രജിസ്ട്രേഷൻ ഓൺലൈനായി എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി നമ്മളുടെ ഗൂഗിളിൽ നമ്മൾ ഗുരുവായൂർ ദേവസ്വം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെബ്സൈറ്റുകൾ കാണാൻ പറ്റും. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. മാരേജ് രജിസ്ട്രേഷനൊക്കെയായി നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്താണ് ലോഗിൻ ചെയ്യുക. അതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP കോഡ് വരുന്നതായിരിക്കും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ മാരേജ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഇവിടെ അതർ സർവീസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതർ സർവീസസിൽ മാരേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാരേജ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗുരുവായൂർ മാരേജിൻ്റെ കുറച്ച് നിബന്ധനകൾ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. താഴെ കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോ ആയിരിക്കും മാരേജ് രജിസ്ട്രേഷനായി ഉപയോഗിക്കുന്ന വിൻഡോ. ഇതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഡേറ്റ് ഓഫ് മാരേജിൽ നിങ്ങളുടെ മാരേജ് എന്നാണോ അന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഗ്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ്. അതായത് താഴെ കൊടുത്തിട്ടുണ്ടാവും ഗ്രീൻ എന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം കല്യാണത്തിനുള്ള സ്ലോട്ടുകൾ അവൈലബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കല്യാണത്തിൻ്റെ വർഷം, ഏത് വർഷമാണ് നിങ്ങളുടെ കല്യാണം, ഏത് മാസമാണ് കല്യാണം എന്നുള്ളതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദയവായി ഇതിൽ പരമാവധി തെറ്റുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തതായി പ്രിഫേർഡ് ടൈം സ്ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഏത് സമയത്താണ് നിങ്ങൾക്ക് താലി കെട്ടേണ്ട നിങ്ങളുടെ മുഹൂർത്ത സമയം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈം സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര അവൈലബിൾ സ്ലോട്ട്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. അടുത്തതായി ബ്രൈഡ് ഗ്രൂം ഡീറ്റെയിൽസ് എന്നൊരു 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ആദ്യമായി നമ്മൾ പയ്യൻ്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം വരൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ID പ്രൂഫ് ടൈപ്പിൽ നിങ്ങൾക്ക് ഏത് ID ആണോ കൊടുക്കാൻ താല്പര്യം ആ ID നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ID പ്രൂഫ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ആധാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വധുവിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോഗ്രാഫി വേണമെങ്കിൽ ഇവിടെ യെസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് 750 രൂപ വിത്തൗട്ട് ഫോട്ടോഗ്രാഫിയാണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ 500 രൂപ കൂടെ അഡീഷണൽ ആഡാകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ യെസ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 500 രൂപ കൂടെ എക്സ്ട്രാ ആഡാവുന്നതാണ്. അതിനുശേഷം എത്ര പേര് കല്യാണത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വലത് സൈഡിലായി നിങ്ങളുടെ മാരേജിൻ്റെ ഡീറ്റെയിൽസ്, എമൗണ്ട് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. ദയവായി ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം കൃത്യമാണോ എന്ന് വീണ്ടും പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന ഓപ്ഷനിൽ ബാങ്ക് ഓഫ് ബറോഡ സെലക്ട് ചെയ്തതിന് ശേഷം ഐ ഹാവ് റീഡ് ദ എഗ്രീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് 4 രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI. ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ജനറേറ്റ് QR കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ സ്കാൻ ചെയ്തതിന് ശേഷം അതിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റെസിപ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓൺലൈൻ മാരേജ് രജിസ്ട്രേഷൻ പൂർണ്ണമായിരിക്കുന്നതാണ്. മാരേജ് രജിസ്ട്രേഷൻ സംബന്ധിച്ച മറ്റു സംശയങ്ങൾക്കോ ഓഡിറ്റോറിയം, വെഡ്ഡിംഗ് പാക്കേജസ് സംബന്ധിച്ച സംശയങ്ങൾക്കോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മയൂഖ ഇവൻസിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ശുഭദിനം.